പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് എല്ലാ വചനയാത്രക്കാരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവ് ആശ്വാസദായകൻ എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആമുഖവും ഉപസംഹാരവും കൂടാതെ 5 ചിന്തകളാണ് പ്രധാനമായി ഇന്ന് നമ്മൾ ക്രമീകരിക്കുന്നത്. ആമുഖം: യേശുവിൻ്റെ മരണത്തിനു മുമ്പ് യേശുവിൻ്റെ വേർപാടിനെക്കുറിച്ചുള്ള പ്രവചനത്തിൻ്റെ വേദനയും അതുളവാക്കുന്ന ഞെട്ടലും സംഘർഷവും നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ആശ്വാസദായകനായി അയക്കുമെന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത്. യേശുവിൻ്റെ മഹത്വീകരണത്തിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിക്കുന്നത്. യോഹന്നാൻ 7:39. 1. ആരാണ് പരിശുദ്ധാത്മാവ്? പഴയ നിയമത്തിൽ ആത്മാവിനെ സൂചിപ്പിക്കുന്ന ഹെബ്രായ പദം റൂവ ആണ്. ശ്വാസം, കാറ്റ് എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. ദൈവാത്മാവിനെ സൂചിപ്പിക്കാൻ പഴയ നിയമത്തിൽ റൂവ കാദോഷ് എന്നും പുതിയ നിയമത്തിൽ പ്നെഉമ ഹാഗിയോൺ എന്നും ഉപയോഗിച്ചിരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമാണ്. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനാണ്. പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ അവർക്ക് ആശ്വാസം നൽകുന്നു. അവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമുണ്ടായിരുന്നു. പ്രാർത്ഥനയുടെ അടിസ്ഥാന ലക്ഷ്യം പരിശുദ്ധാത്മാവാണ്. തന്നോട് ചോദിക്കുന്നവർക്ക് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ സമർത്ഥമായി നൽകുമെന്നാണ് ലൂക്ക 11:13 വ്യക്തമാക്കുക. ആത്മാവില്ലാതെ ആർക്കും പ്രാർത്ഥിക്കാൻ കഴിയുകയുമില്ല. യേശുവിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ഉടൻ ഉണ്ടാകും എന്ന സൂചനയോടെയാണ്. ലൂക്ക 24:49. 2. പരിശുദ്ധാത്മാവ് ആശ്വാസദായകൻ. ആശ്വാസം നൽകാൻ കൂടെ വസിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. വിശുദ്ധ യോഹന്നാൻ പരിശുദ്ധാത്മാവിനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പദം പാറക്ലേത്ത അഥവാ സഹായകൻ എന്നാണ്. യേശുവിന് ശേഷം വരുന്ന മറ്റൊരു സഹായകനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരോടൊപ്പം നിരന്തരം വസിക്കുമെന്ന് യേശു വ്യക്തമാക്കി. യോഹന്നാൻ 14:17. ഇതോട് ചേർത്ത് യോഹന്നാൻ 15 വായിക്കാം. അതിലേറെ പ്രധാനപ്പെട്ടതാണ്: നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടെ മാത്രമേ ക്രിസ്തുവിനെക്കുറിച്ചും അവിടുത്തെ പ്രവർത്തനത്തെക്കുറിച്ചുമുള്ള പൂർണ്ണമായ അറിവ് ലഭിക്കൂ എന്ന് യേശു ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 14:26. ഇവയുടെ വെളിച്ചത്തിൽ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മക്കൾ മാതാപിതാക്കളോടൊപ്പം വസിച്ചാലേ മാതാപിതാക്കളെക്കുറിച്ച് ശരിയായ അറിവ് മക്കൾക്ക് ലഭിക്കുകയുള്ളൂ. അത് യഥാർത്ഥമായി അനുഭവിച്ചവനാണ് ധൂർത്തപുത്രൻ. അതുകൊണ്ടാണ് പന്നിക്കുഴിയിൽ വച്ച് അവന് സുബോധമുണ്ടാകുന്നത്. വീണ്ടും, പരിശുദ്ധാത്മാവ് കൂടെ വസിച്ചാലേ ഇന്ന് കാണുന്ന വിവാഹമോചനങ്ങളുടെ എണ്ണം കുറയുകയുള്ളൂ. പരിശുദ്ധാത്മാവ് കൂടെ വസിച്ചാലേ ലഹരിയും ലഹളയും വർഗീയതയും കുറയുകയുള്ളൂ. പരിശുദ്ധാത്മാവ് കൂടെ വസിച്ചാലേ യേശുവിനെ കാലത്തിൻ്റെ സൂചനകളിലൂടെ അറിയാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും അനുഗമിക്കാനും കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവ് കൂടെ വസിച്ചാലേ സഭയുടെ പ്രവർത്തനങ്ങളെ കാലോചിതമായി മനസ്സിലാക്കാനും യഥാർത്ഥ ശിഷ്യരായി മാറാനും സിനഡാലിറ്റി രൂപീകരിക്കാനും കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവ് കൂടെ വസിച്ചാലേ കൂട്ടായ്മയും പങ്കാളിത്തവും മിഷനും നടക്കുകയുള്ളൂ. കൂട്ടായ്മയും പങ്കാളിത്തവും യേശുവിനെ വാക്കിലും പ്രവൃത്തിയിലും പ്രഘോഷിക്കുക എന്നതാണ്. പരിശുദ്ധാത്മാവ് കൂടെ വസിച്ചില്ലെങ്കിൽ BCCകൾ അഥവാ അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങൾ പലപ്പോഴും ഇന്ന് കാണുന്നത് പോലെ മഹിളാ സമാജങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. പിന്നെ വൻപ് പറച്ചിലുണ്ടാകും. എന്നാൽ പരിശുദ്ധാത്മാവ് കൂടെ വസിച്ചാൽ പ്രാർത്ഥനയും അപ്പസ്തോല പ്രബോധനവും കൂട്ടായ്മയും അപ്പം മുറിക്കലും പ്രാർത്ഥനയും ഉണ്ടാകും. പരിശുദ്ധാത്മാവ് വസിച്ചില്ലെങ്കിൽ BCCകൾ ബേസിക് ക്രിമിനൽ കമ്മ്യൂണിറ്റികളായി വഴിമാറിപ്പോകാൻ സാധ്യതയേറെയുണ്ട്. പരിശുദ്ധാത്മാവ് കൂടെ വസിച്ചില്ലെങ്കിൽ പ്രാർത്ഥനകളില്ലാത്ത ഭവനങ്ങളായി മക്കളും മാതാപിതാക്കളും അതിൽ ജീവിക്കുന്നവരായി മാറും. 3. പരിശുദ്ധാത്മാവ് ആശ്വാസദായകൻ.
ആശ്വാസം നൽകാൻ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും. അറിവ് അഗ്നിയാണ്. അഗ്നി തിന്മയെ കത്തിച്ചു കളയും. അറിവ് അനീതിക്കെതിരെ പടവാളുയർത്തും. പരിശുദ്ധാത്മാവ് നമ്മെ 3 കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. 1 പാപത്തെക്കുറിച്ച്, 2 നീതിയെക്കുറിച്ച്, 3 ന്യായവിധിയെക്കുറിച്ച്. പരിശുദ്ധാത്മാവ് നമ്മെ പാപത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇതാണ്: യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക, അല്ലാത്തതെല്ലാം പാപമാണ്. വീണ്ടും നീതിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ തന്നെയാണ്: എവിടെയൊക്കെ നീതിയുണ്ടോ അവിടെയൊക്കെ ദൈവമുണ്ട്, എവിടെയൊക്കെ നീതിയില്ലയോ അവിടെയൊക്കെ ദൈവമില്ല. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പേര് നീതി എന്നാണ്. പരിശുദ്ധാത്മാവ് ന്യായവിധിയെക്കുറിച്ച് പഠിപ്പിക്കും. നിർമ്മിത ബുദ്ധിയുടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണിത്. കരുണയുടെ, കരുതലിൻ്റെ മനുഷ്യരെ രൂപപ്പെടുത്താൻ നിർമ്മിത ബുദ്ധിക്ക് കഴിയില്ല. ശൂന്യവൽക്കരണത്തിലൂടെ മഹത്വീകരണത്തിൻ്റെ മനുഷ്യരെയാണ് രൂപപ്പെടുത്തേണ്ടത്. അതിനും നിർമ്മിത ബുദ്ധിക്ക് കഴിയില്ല. അതിന് കഴിയുന്നത് പരിശുദ്ധാത്മാവിനാണ്. അത് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ന്യായവിധിയെക്കുറിച്ച്. വിശപ്പ്, ദാഹം, രോഗം, കാരാഗൃഹവാസം, നഗ്നത, പരദേശിയാകുന്ന അവസ്ഥ, ഇവർക്കൊക്കെ ഉത്തരം കണ്ടെത്തുക, അതാണ് ന്യായവിധിയുടെ പ്രധാന ഭാഗം. ഇവർക്കൊക്കെ അഭയവും ആശ്വാസവും കരുണയും കരുതലും കാവലുമാവുക, അതാണ് ന്യായവിധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ, ലോകാരംഭം മുതൽക്കേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കിക്കൊള്ളുവിൻ എന്നാണ് മത്തായി 25-ാം അധ്യായത്തിൽ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ലോകത്തിൻ്റെ അധികാരിയെ പരിശുദ്ധാത്മാവ്, ആശ്വാസദായകൻ തിരസ്കരിക്കും. യോഹന്നാൻ 16:7-11 വരെ. ഉദ്ധിതൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ നിശ്വസിച്ചു കൊടുത്തത് പാപമോചനം നൽകാനും ന്യായവിധി നടത്താനും ശിഷ്യരെ ശക്തിപ്പെടുത്താനുമാണ്. യോഹന്നാൻ 20:22. 4. പരിശുദ്ധാത്മാവ് ആശ്വാസദായകൻ. ആശ്വാസം നൽകാൻ പരിശുദ്ധാത്മാവ് മധ്യസ്ഥനാകുന്നു. ക്രിസ്തുവിനും വിശ്വാസികൾക്കുമിടയിൽ മധ്യസ്ഥനായി നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അക്കാരണത്താൽ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ചവയാണ് പരിശുദ്ധാത്മാവ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ 16:13-15 വരെ. 5. പരിശുദ്ധാത്മാവ് ആശ്വാസദായകൻ. ആശ്വാസം നൽകാൻ പരിശുദ്ധാത്മാവ് നമ്മെ അഭിഷേകം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് വിശ്വാസികൾ. ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം എന്നീ കൂദാശകളിലൂടെ, ഈ അഭിഷേകത്തിലൂടെ ക്രിസ്തു വിശ്വാസികളിൽ വസിക്കുന്നു. ഒപ്പം പരിശുദ്ധാത്മാവും. 1 യോഹന്നാൻ 2:20, 1 യോഹന്നാൻ 5:7, 1 യോഹന്നാൻ 3:24. യേശുക്രിസ്തു ശരീരം ധരിച്ച് മനുഷ്യനായി എന്ന് ഏറ്റുപറയുന്നവനാണ് ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുള്ളവൻ. 1 യോഹന്നാൻ 4:2. ഉപസംഹാരം: ആശ്വാസദായകനായ പരിശുദ്ധാത്മാവുള്ളവൻ ഊണിലും ഉറക്കത്തിലും കർത്താവേ വരണമേ എന്ന് പ്രത്യാശയോടെ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും ജീവിക്കും. വെളിപാട് 22:17. 2025 പ്രത്യാശയുടെ ഈ ജൂബിലി വർഷത്തിലും ഇതുതന്നെയായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനയും പ്രവൃത്തിയും. ദൈവത്തിൻ്റെ സഭ ഈ ഭൂമിയിൽ ദൈവരാജ്യം വിരിയിക്കുവാനെടുക്കുന്ന എല്ലാ നിലപാടുകളിലും കഷ്ടതകളിലും ആനന്ദങ്ങളിലും ആത്മാവിൻ്റെ നിമന്ത്രണങ്ങൾ നമുക്ക് ശ്രവിച്ച് മുന്നേറാം. പെന്തക്കോസ്താ തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.